എല്ലാവർക്കും നമസ്കാരം. മൈ കിച്ചൻ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പുളിയിഞ്ചിയാണ്. ഓണസദ്യക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുള്ള കറിയാണ്. അപ്പം നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇഞ്ചി ഞാനിവിടെ ഒരു ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയും വേണം, പുളിവെള്ളവും വേണം. ഇത് രണ്ടും തുല്യ അളവായിരിക്കണം. 1/2 ഗ്ലാസ്സാണ് ശർക്കരപ്പാനിയെങ്കിൽ 1/2 ഗ്ലാസ് ആയിരിക്കണം പുളിവെള്ളവും. അപ്പോൾ ഒരല്പം പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഞെക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കട്ടിയിൽ അതിൻ്റെ നീരെല്ലാം കിട്ടും നമുക്ക്. അതുപോലെ ശർക്കരയും ഒരു സ്വല്പം എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരപ്പാനിയും റെഡിയാവും. അപ്പോൾ ഇത് രണ്ടും തുല്യ അളവിലെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറുത്തെടുക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ കടുക് വേണം, ഉഴുന്നുപരിപ്പ് വേണം, പിന്നെ ഇത് ചുമന്നുള്ളി, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ് 1 സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ, കറിവേപ്പില വേണം. പിന്നെ നമുക്ക് ഒരല്പം മുളക് പൊടി വേണം. അത് ഞാൻ ഇടുന്ന സമയത്ത് പറയാം. അതൊരല്പം ഇടുന്നുള്ളൂ. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി വറുത്തെടുത്ത് നമ്മൾ പൊടിച്ചെടുക്കും. അപ്പം ഒരല്പം എണ്ണ അടിച്ചു കൊടുക്കുക. സ്വല്പം കൂടുതൽ എണ്ണ അടിക്കുന്നുണ്ട്. നമ്മളിത് ഈ കറിക്ക് മുഴുവനായിട്ട് ഇത്ര എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ഒന്നിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടങ്ങ് വറുത്തെടുക്കാം. അതേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് വറുത്ത് കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, പെട്ടെന്ന് അങ്ങ് റെഡിയായി. നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഈ ഇഞ്ചി അങ്ങ് മാറ്റാം. ഇത് ഞാനിനി പൊടിച്ചെടുക്കും. പൊടിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം, അതെല്ലാം കൈകൊണ്ട് തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. നന്നായിട്ട് ഫ്രൈ ആയതാണല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെറുതായിട്ടൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇട്ടിട്ട് അധികം വേറെ പാത്രത്തിലൊന്നും പറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ഇടികലിൻ്റെ ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ചതച്ചല്ല പൊടിച്ച് തന്നെ കിട്ടും പെട്ടെന്ന്. അപ്പം ഞാൻ അങ്ങനെയായിട്ട് എടുത്തത്. ഇത് കണ്ടോ, നന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടി. ഇത് നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെയാണ് നമ്മൾ കടുകൊക്കെ വറുക്കുന്നത്. അപ്പോൾ പാകത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് മൂത്ത് വരുമ്പോൾ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉഴുന്നൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കാരണം ഈ കറി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഉഴുന്നൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയൊക്കെ അതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക്. ഒരല്പം മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്. അപ്പം മുളക് പൊടി ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ശരിക്കും ലോ ആക്കി വെച്ചിട്ട് വേണം പൊടി ഇടാൻ. ഒരല്പം ഇടുന്നുള്ളൂ, 1/2 ടീസ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് ഇതേ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇങ്ങോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയും പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ഒരുമിച്ചങ്ങ് ഒഴിക്കണമെന്നില്ല. ആദ്യം നമ്മൾ ഒഴിച്ച് നോക്കുക, എത്രമാത്രം വേണമെന്നൊന്ന് ഒഴിച്ച് നോക്കുക. ഞാനത് ആദ്യം മൊത്തം ഒഴിക്കുന്നില്ല, കുറേശ്ശെ ഒഴിച്ച് നോക്കും, എന്നിട്ടാണ് ഒഴിക്കത്തുള്ളൂ. അതിൻ്റെ കറക്റ്റ് നമുക്ക് ഇളക്കി നോക്കുമ്പോൾ അറിയാം ഒത്തിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത്, തിക്കായിട്ടാണോ. അപ്പോൾ കറക്റ്റായിട്ട് പുളിയും മധുരവും ഒക്കെ ഉണ്ടോ നമുക്കറിയാം. ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ നന്നായിട്ടങ്ങ് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇഞ്ചി എല്ലാം കൂടെ കൂടി നല്ല കുതിർന്നിട്ട് നല്ല തിക്കായിട്ട് നല്ല കട്ടിയിലായിട്ട് വരും. നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നമുക്ക്. നന്നായിട്ട് തിളച്ചിട്ടിങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം. ഞാൻ ഇത് ഇളക്കി നോക്കുമ്പം കുറച്ചുകൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങോട്ടും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോഴേക്കും നല്ല കുറുകി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളവും ശർക്കരയും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചേർക്കുകയാണ്, ബാക്കിയുള്ളതും കൂടെ. നല്ല എരിവും മധുരവും പുളിയൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ സദ്യയുടെ കൂടെ മാത്രമല്ല, ഇത് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള രീതിയല്ലേ. അപ്പം വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ റെസിപ്പീസായ ഓലനും നുറുക്കുഗോതമ്പ് പായസം ഒക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും കാണണം. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.